ചുരുങ്ങിയ കാലത്തിൽ അസാധാരണ വളർച്ചയാണ് അദാനി ഗ്രൂപ്പ് കൈവരിച്ചത്. ഇന്ത്യക്ക് പുറമെ മറ്റ് പല രാജ്യങ്ങളിലും അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്നാൽ ആഫ്രിക്കയിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ താൻസാനിയയിലെ കണ്ടെയ്നർ ടെർമിനൽ ഏറ്റെടുത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും ആദ്യമായി നിക്ഷേപം നടത്തിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. താൻസാനിയയിൽ മാത്രമല്ല, കെനിയയുടെ ആകാശവും കീഴടക്കാനൊരുങ്ങുകയാണ് അദാനി. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ ജോമോ കെനിയാത്ത രാജ്യാന്തര വിമാനത്താവളത്തിൽ പുതിയ പാസഞ്ചർ ടെർമിനലും റൺവേയും നിർമ്മിക്കാനുള്ള താൽപ്പര്യപത്രവും ഗൗതം അദാനി നയിക്കുന്ന അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി പോർട്സ് ഹോൾഡിംഗ്സ് കെനിയൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രപ്പോസലും ഇതോടൊപ്പം ഉണ്ടെന്നാണ് വിവരം. സാങ്കേതിക ധനകാര്യ നിയമ അവലോകനത്തിന് ശേഷമായിരിക്കും പ്രപ്പോസലിന്മേൽ കെനിയൻ സർക്കാർ അന്തിമ തീരുമാനമെടുക്കുകയെന്ന് കെനിയൻ എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നു. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അഥവാ BOT അടിസ്ഥാനത്തിലായിരിക്കും കരാർ. ഒരു കാലത്ത് മേഖലയിലെ വിമാനയാത്ര ഹബ്ബായിരുന്നു നൈറോബിയിലെ രാജ്യാന്തര വിമാനത്താവളം. അയൽരാജ്യമായ എത്യോപ്യയിലെ വിമാനത്താവളം പിന്നീട് ഈ സ്ഥാനം പിടിച്ചെടുത്തു. അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിച്ച് പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് കെനിയൻ സർക്കാർ ടെൻഡർ ക്ഷണിച്ചത്. ഇത് പ്രകാരമായിരുന്നു അദാനിയുടെ പ്രപ്പോസൽ. ഏകദേശം $185 കോടി ചെലവാണ് വിമാനത്താവള നവീകരണത്തിന് വേണ്ടിവരിക. ഇന്ത്യയിലാണ് നിലവിൽ അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ്സിൻ്റെ സാന്നിധ്യമുള്ളത്. മുംബൈ, അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൗ, മംഗളൂരു, തിരുവനന്തപുരം, ഗുവാഹത്തി വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ്സിനാണ്. രാജ്യത്തെ ആഭ്യന്തര വിമാനയാത്രകളുടെ മുന്തിയ പങ്ക് നടക്കുന്നത് ഈ വിമാനത്താവളങ്ങളിലൂടെയാണ്. നവി മുംബൈയിൽ പുതിയ രാജ്യാന്തര വിമാനത്താവളവും കമ്പനി സജ്ജമാക്കുന്നുണ്ട്.